ഹായ്. നമസ്കാരം. വിമല മധു, ജിനി ജേക്കബ്, ഷാജി അമ്പലത്തിക്കാല, നമസ്കാരം. ഇന്ന് മുതൽ ഞാൻ ആരംഭിക്കുന്ന എന്റെ ഫേസ്ബുക്ക് പേജിലൂടെയുള്ള പ്രതിവാര സംവാദ പരിപാടി ഫ്രൈഡേ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനുകാലിക സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രതികരണം അർഹിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിൽ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് ഫ്രൈഡേ ടോക്ക് എന്ന പേരിൽ ഈ പരിപാടി ഞാൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്കാണ് ഞാൻ ലൈവിൽ വരുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ വളരെ പ്രധാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും നമ്മുടെ സംവാദത്തിന്റെ ഭാഗമായി വരും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC റാങ്ക് ലിസ്റ്റുകൾ ചവറ്റുകുട്ടയിൽ തൊഴിലന്വേഷകർ പെരുവഴി 17 ലക്ഷത്തിൽ പരം 1,17,260 താൽക്കാലിക നിയമനങ്ങൾ കേരളത്തിൽ നടത്തി ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന സമീപനങ്ങൾക്കെതിരെ, പുറംവാതിൽ നിയമനങ്ങൾക്കെതിരെ, ആശ്രിത നിയമനങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരമായിട്ടാണ് ഈ ഫ്രൈഡേ ടോക്കിൽ ഞാൻ കാണുന്നത്. നമുക്കറിയാം, ധാരാളം പ്രശ്നങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ. സർക്കാർ ജോലി എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. കോളേജിൽ പോകുന്നതിനൊപ്പം PSC കോച്ചിങ്ങിൽ കൂടി പങ്കെടുക്കുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. 80കളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷാ കേന്ദ്രമായി. തൊഴിൽ അന്വേഷകരായി അവിടെ എത്തുന്ന യുവാക്കൾ വളരെയേറെയായി. അതെല്ലാം പോയി. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരു വർഷം ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പുതുതായി പേര് രജിസ്റ്റർ ചെയ്തു. നിരന്തരം PSC പരീക്ഷ എഴുതി 50 വയസ്സിന് മുകളിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷകളിൽ ഒന്നും ജയിക്കാനാവുന്നില്ല. പിന്നെ അവരുടെ ആകെ പ്രതീക്ഷ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായി കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളാക്കിയിട്ട് എല്ലാ നിയമനങ്ങളും പുറം വാതിലിലൂടെ ബന്ധപ്പെട്ട അധികാരികളുടെ സ്വന്തക്കാർക്കായി, അവർക്ക് വേണ്ടി അണിനിരക്കുന്ന അണികൾക്കായി എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി വീതം വെച്ച് നൽകുകയാണ്. ഇതിനെതിരായി നമ്മുടെ PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ചെറുപ്പക്കാർ, സത്യത്തിൽ അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ആ ചെറുപ്പക്കാർ എത്രയോ പേരാണ് കേരളത്തിന്റെ ജില്ലാ കേന്ദ്രങ്ങളിലും PSC ഓഫീസുകളിലും അതുപോലെയുള്ള സർക്കാർ സെക്രട്ടേറിയറ്റുകളിലും എല്ലാം കയറി ഇറങ്ങി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നടക്കുന്നത്. അവരെ ആര് കേൾക്കുന്നു? അവരുടെ ആവലാതികൾ, വേവലാതികൾ, അവരുടെ ആകുലതകൾ ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ ഈ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിലെ സർക്കാർ സർവീസ് ഇന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൺസോളിഡേറ്റഡ് ഡേറ്റ ഇന്നെങ്കിലും ലഭ്യമല്ല. ആകെ കേരളത്തിൽ എത്ര പേർ ജോലി ചെയ്യും, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകൾ, ആകെയുള്ള ഒഴിവുകൾ അവിടെ എത്രയാണ്, എത്ര പേര് നിയമിച്ചിട്ടുണ്ട്, എത്ര പേർ സ്ഥിര നിയമനക്കാർ PSCയിലൂടെ വന്നിട്ടുണ്ട്, എത്ര നിയമനക്കാർ താൽക്കാലിക ജീവനക്കാരായുണ്ട്, താൽക്കാലിക ജീവനക്കാരായി വന്ന എത്ര പേരെ സ്ഥിരപ്പെടുത്തി, ആശ്രിത നിയമനം ആർട്ടിക്കിൾ 60 ഇന്ത്യൻ ഭരണഘടനയുടെ 16-ാം വകുപ്പ് അനുസരിച്ചുള്ള ആശ്രിത നിയമനം, അത് കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്.
ആ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് എത്ര പേർക്ക് അതിലൂടെ അവസരങ്ങൾ ലഭിക്കും? ഇതെല്ലാം നമുക്ക് ചർച്ചയാക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പററി അപ്പോയിന്റ്മെന്റ്സ്, അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം റിലിംഗ്വിഷ്മെന്റ് ഓഫ് ജോബാണ്. ജോലി വേണ്ടെന്ന് പറയും, എന്നിട്ട് റാങ്ക് ലിസ്റ്റ് താഴെയുള്ളവർക്ക് അവസരം ഉണ്ടായിക്കൊള്ളുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറം കരാർ അല്ലെങ്കിൽ താൽക്കാലിക നിയമനം എന്നുള്ള ഓമന പേരിൽ സ്വന്തക്കാരെ നിയമിക്കുന്ന ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ്സ് കേരളത്തിൽ തകൃതിയായി നടക്കുകയാണ്. കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് 1959 ഒരു കേന്ദ്ര നിയമമാണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ നിയമപ്രകാരം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒഴിവുകൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ പോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടത്താവൂ എന്നാണ് ഈ നിയമം പറയുന്നത്. പക്ഷേ ഇന്ന് ഈ നിയമം ഒരു സർക്കാരും പാലിക്കുന്നില്ല. സ്കൂൾ, ആശുപത്രികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയിൽ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പ്രകാരം ധാരാളം ആൾക്കാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടി അല്ലാതെ PSC കൂടി അല്ലാതെ നിയമിക്കുകയാണ്. നിയമിച്ചിട്ട് കുറെ കഴിയുമ്പോൾ അവരെയെല്ലാം സ്ഥിരപ്പെടുത്തും. ഈ നിയമനങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സീനിയോറിറ്റി ഇവിടെ പരിഗണിക്കുന്നില്ല, സാമുദായിക സംവരണം നോക്കുന്നില്ല, മുൻഗണനാ വിഭാഗ ക്രമത്തിൽപ്പെട്ടവരെ അവരുടെ അവകാശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിയമനം നടത്താൻ കഴിയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, 2010 ശ്രീ PK ഗുരുദാസൻ കേരളത്തിലെ തൊഴിൽ മന്ത്രി നിയമസഭയിൽ ഒരു ഉറപ്പ് കേരളത്തിൽ ചെറുപ്പക്കാർക്ക് കൊടുത്തിരുന്നു. എന്താണ് ഉറപ്പ്? കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് 1959 നിയമപ്രകാരം അതിന്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് എല്ലാ നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടി മാത്രമേ നടത്തൂ. അതിനുവേണ്ടിയുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവരും എന്ന് 2010 ശ്രീ PK ഗുരുദാസൻ കേരള നിയമസഭയിൽ ചെറുപ്പക്കാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നടപടിയെല്ലാം തുടങ്ങി. പക്ഷെ ഈ സർക്കാരിന്റെ കാലത്ത് ആ നടപടിയെല്ലാം ഫ്രീസ് ചെയ്തിട്ട് അതിനെല്ലാം തടഞ്ഞുകൊണ്ട് പുറംവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, എന്റെ അഭിപ്രായത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ സർക്കാർ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാത്രം മാറാൻ പാടില്ല. അവിടെ സ്വകാര്യ മേഖലയിൽ ധാരാളം തൊഴിൽ അവസരങ്ങളുണ്ട്. ആ തൊഴിൽ അവസരങ്ങളെ കൂടി കണ്ടെത്തി അവർക്ക് കൂടി തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മാറണം. അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാർ മേഖലയിൽ എത്ര തൊഴിലുണ്ട്, എത്ര പേർക്ക് തൊഴിൽ കിട്ടും? അപ്പൊ അതുകൊണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ ഒരു സർക്കാർ വിലാസ ഏജൻസിയായി മാത്രം മാറ്റാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥാപനമായി മാറ്റണം. സർക്കാർ മേഖല അല്ലാതെ സ്വകാര്യ മേഖലയിൽ ഏതെല്ലാം അവസരങ്ങളുണ്ട്, ആർക്കെല്ലാം ഏതെല്ലാം എന്താണ് മേഖലകളിൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം പരിശോധിച്ച് ആ മേഖലയിലുള്ളവർക്കെല്ലാം നമ്മുടെ കേരളത്തിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള തൊഴിലുകൾ തിട്ടപ്പെടുത്തി അത് യുവാക്കളെ അറിയിച്ച് ഒരു ഗവൺമെന്റിന് ഒരു പോർട്ടൽ തുടങ്ങി അത് യുവാക്കളെ അറിയിച്ച് യുവാക്കൾക്ക് എല്ലാവർക്കും തൊഴിൽ ലഭിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്, ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് നടക്കുന്നില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ കേരളത്തിൽ PSC നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. PSC നിയമനം, ഒരു PSC പരീക്ഷ നടത്തുമ്പോൾ അതിന് ചിലവ് എന്ന് പറയുന്നത് 1,00,000 ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷ എഴുതുമ്പോൾ സർക്കാരിന് ചിലവാകുന്നത് 1 കോടി രൂപയാണ്. 15 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ LDC പരീക്ഷ പോലെയുള്ള പരീക്ഷകളിൽ പങ്കെടുക്കുന്നത്. 15 ലക്ഷത്തോളം ചെറുപ്പക്കാർ വരും. ഈ 15 ലക്ഷം ചെറുപ്പക്കാർ എഴുതുന്ന പരീക്ഷയിൽ 15 കോടി രൂപ ചിലവാകുകയാണ്. ആലോചിച്ചു, ഈ 15 കോടി രൂപ ചിലവാകും. നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ LDC ലിസ്റ്റ് ഉണ്ട്. ആ LDC ലിസ്റ്റിൽ ഏകദേശം 14,000 ചെറുപ്പക്കാർക്ക് മാത്രമാണ് അതിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. എഴുതിയ ആൾക്കാർ ഏകദേശം 13 ലക്ഷം ചെറുപ്പക്കാരാണ് LDC ലിസ്റ്റ് മാത്രം എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് 0.85% മാത്രമാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകെ എഴുതിയ പരീക്ഷയുടെ വെറും 0.85% ആൾക്കാർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞുള്ളൂ. ഈ റാങ്ക് ലിസ്റ്റുകളിൽ
കേരളത്തിലെ എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 3 വർഷം. ഫോഴ്സ്, നമ്മുടെ പോലീസും എക്സൈസും അടക്കമുള്ള ഫോഴ്സ് അവ 1 വർഷം മാത്രമേ ഉള്ളൂ. ഈ 3 വർഷം കൊണ്ട് മെയിൻ ലിസ്റ്റിൽ വരുന്ന 15,000 പേർക്ക് പോലും അവസരം കിട്ടുന്നില്ല. നോക്കണം, 15 കോടി രൂപ ചെലവഴിച്ച് അത് മാത്രമാണ്. ഏകദേശം 1 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരാണ് ഒരു PSC പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾക്കായി അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തുന്നത്. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഈ PSC റാങ്ക് ലിസ്റ്റുകൾ മതിയായ ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊണ്ട് സർക്കാർ സർവീസിലേക്ക് കടത്തിവിടാൻ ഉപകരിക്കുന്നില്ലെങ്കിൽ ഈ PSC പരീക്ഷയും അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണവും വെറും പാഴായി മാറുകയാണ്. 15 ലക്ഷം പേർ എഴുതുന്ന പരീക്ഷയിൽ വെറും 0.85% ആൾക്കാർക്ക് മാത്രമേ തൊഴിൽ കിട്ടുന്നുള്ളൂവെങ്കിൽ ഈ കോടികൾ എവിടെ പോകും? ഈ കോടികൾ ചെലവഴിക്കുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, PSC റാങ്ക് ലിസ്റ്റുകൾ, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. LDC അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ, അതല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ്, LDS, ഏത് വേക്കൻസി, ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, ഒരു പോസ്റ്റിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ച് അതിലേക്ക് ടെസ്റ്റ് നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ റാങ്ക് പട്ടികയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശതമാനം ആൾക്കാർക്ക് ഒഴിവുള്ള തസ്തികയിലേക്ക് നിയമനം ലഭിക്കണം. അതിന്റെ കാലതാമസം വേണം. 3 വർഷം കൊണ്ട് നമുക്കറിയാം, ഒരു ടെസ്റ്റ് എഴുതി 1, 2, 3 വർഷം കഴിയുമ്പോഴാണ് ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വൈസ് മെമ്മോ പോകുന്നത് പിന്നെയും കുറെ കാലം. അഡ്വൈസ് മെമ്മോ കൊടുക്കാനും പ്രോപ്പറായി ഇൻ ടൈമിൽ അത് കൊടുക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അത് ലഭിക്കാനുമെല്ലാം വളരെയേറെ കാലതാമസമാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അത് തീർന്നു എന്നതുകൊണ്ട് മാത്രം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന പ്രക്രിയ കേരളത്തിൽ അവസാനിക്കണം. എങ്കിൽ മാത്രമേ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പരമാവധി ആൾക്കാരെ സർക്കാർ സർവീസിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് ഇല്ലാതാക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് സങ്കടപ്പെടാൻ കൂടുതലൊന്നുമില്ല. എന്നാൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം എന്ന് നിജപ്പെടുത്തി ആ ദിവസം തന്നെ ആ റാങ്ക് ലിസ്റ്റ് ഇല്ലാതാക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആൾക്കാർക്കും തൊഴിൽ കിട്ടാതെ പോവുകയും അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ വീണ്ടും 2-3 വർഷം എടുക്കുകയും ചെയ്യുമ്പോൾ ഈ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഈ ഇടയിൽ വരുന്ന ഒരു കാലഘട്ടം, ആ പീരീഡ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാലഘട്ടമായി മാറുകയാണ്. ഈ സന്ദർഭത്തിലാണ് പുറം വാതിൽ നിയമം നടക്കുന്നത്. PSC ലിസ്റ്റ് ഇല്ല, കാരണം ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു, പുതിയ ലിസ്റ്റ് വന്നില്ല. അപ്പൊ എന്താണ് മാർഗം? സർക്കാർ 1959 കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് പ്രകാരം സർക്കാർ സർവീസിൽ വരുന്ന ഇത്തരം ഒഴിവുകൾ അപ്പം തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ്, ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. പക്ഷെ അറിയിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ആലോചിച്ചിട്ട് ആ വേക്കൻസികൾ മുഴുവൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടി ഫിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ പാരലൈസ് ചെയ്ത് PSC റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസൽ ചെയ്ത് ഉണ്ടാകുന്ന വാക്കുമുണ്ടല്ലോ, ആ വാക്കത്തിൽ കൂടി സ്വന്തക്കാരെ സർക്കാർ സർവീസിലേക്ക് തിരികെ കയറ്റുന്ന രീതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇന്ന് കേരളത്തിൽ 1,17,00,000 താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യും. സർക്കാർ സർവീസിൽ മാത്രം 1,17,267 താൽക്കാലിക ജീവനക്കാരാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. നിങ്ങൾക്കറിയുമോ? 35-50 ലക്ഷം ചെറുപ്പക്കാരാണ് കേരളത്തിൽ അഭ്യസ്ത വിദ്യരായി പരമാവധി യോഗ്യതയുള്ള ആൾക്കാർ സർക്കാർ സർവീസിൽ കയറിപ്പെടാൻ വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഓരോ വർഷവും 3 ലക്ഷം വീതം കൂടും, 4-3 ലക്ഷം വീതം കൂടും. അപ്പൊ അവരുടെ എണ്ണം ഓരോ വർഷവും പെരുത്ത് വരികയാണ്. ഈ കോവിഡ് കാലത്ത് തൊഴിൽ ആരെ ഇല്ലാതായി, തൊഴിൽശാലകൾ പൂട്ടിയിരിക്കുന്നു. സർക്കാർ മേഖലയിൽ ഇതേപോലെ കോവിഡ് കാലത്ത് ആർക്കും പുതുതായി തൊഴിൽ ലഭിക്കുന്നില്ല. ഈ സാഹചര്യം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും. 2020 ജനുവരി സ്പാർക്ക് വഴി സർക്കാരിന്റെ ഒരു സംവിധാനമുണ്ട്. സ്പാർക്ക് വഴി ശമ്പളം വാങ്ങിയ താൽക്കാലിക കരാർ ജീവനക്കാർ അല്ലെങ്കിൽ ദിവസ വേതനക്കാരെ സംബന്ധിച്ച് ഒരു വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ KPCC സെക്രട്ടറി ശ്രീ പ്രാണകുമാറാണ് അപേക്ഷ നൽകിയത്. ആ അപേക്ഷ പ്രകാരം ലഭിച്ച
ഉത്തരമാണ് 1,17,267 താൽക്കാലിക ജീവനക്കാർ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൂടിയല്ല, PSC കൂടിയല്ല, സർക്കാരിന് ഇഷ്ടപ്പെട്ട, മന്ത്രിമാർക്ക് ഇഷ്ടപ്പെട്ട, പാർട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവരുടെ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ നിയമിച്ചതിന്റെ കണക്ക് പുറത്തു വന്നു. സ്പാർക്ക് വഴി അല്ലാതെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, തനത് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ബോർഡുകൾ, കോർപ്പറേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ, സീഡിറ്റ്, കിൻഫ്ര, സ്പേസ് പാർക്ക് തുടങ്ങി വിവിധ കൺസൾട്ടൻസികൾ, ഇവിടെ എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഏകദേശം 2.5 ലക്ഷത്തോളം അനധികൃത നിയമനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. 2.5 ലക്ഷത്തോളം പേർ അയോഗ്യരായവർ, 10, 35, 50 ലക്ഷം ചെറുപ്പക്കാർ യോഗ്യരായവർ തൊഴിൽ തേടി മഴമേഘം കാത്ത് വേഴാമ്പലിരിക്കും പോലെ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ മുന്നിലാണ് ഈ അനീതി കേരളത്തിൽ നടക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും? ഇപ്പൊ ഏറ്റവും അവസാനം വന്ന നമുക്കറിയാം, സ്വപ്ന എന്ന് പറയുന്ന SSLC പോലും പാസ്സാകാത്ത ഒരു ചെറുപ്പക്കാരിയെ സ്പേസ് പാർക്ക് പോലെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഒരു പദവിയിൽ 2 ലക്ഷം രൂപ ചെലവിലാണ്, ശമ്പളത്തിലാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ആരും അറിയില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആ നിയമനം, അതേപോലെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിയമനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ആരും അറിയുന്നില്ല. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, ഇന്നത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് കാരണക്കാരായിട്ടുള്ള അവരുടെ തന്നെ പാർട്ടിയിലെ ചെറുപ്പക്കാർ, നേതാക്കന്മാരുമായി പാർട്ടി സംവിധാനങ്ങളുമായി ബന്ധമില്ലാത്തവർ, അവരാരും ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല. അവർക്കാർക്കും ഇതിന്റെ ബെനിഫിഷ്യറി ആകാൻ കഴിയുന്നില്ല. അവരെല്ലാവരും സൈഡിലേക്ക് ചെയ്യപ്പെട്ടു പോവുകയാണ്. ഇവിടെ നിയമനങ്ങൾ ലഭിക്കുന്നത് ഇത്തരം നേതാക്കന്മാരുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക്. ഇപ്പോ റാങ്ക് ലിസ്റ്റുകൾ, പുതിയ റാങ്ക് ലിസ്റ്റുകൾ ഒന്നും നിലവിൽ വരുന്നില്ല. PSC അപേക്ഷ, അഡ്വൈസ് വരെ PSC നമുക്കറിയാം. ഇതിന്റെ എല്ലാം ഒരു പോരായ്മ പരിഹരിക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത്, എത്ര ജീവനക്കാർ ഇന്ന് കേരളത്തിൽ സർക്കാർ സർവീസിലുണ്ട്, എത്ര ഒഴിവുണ്ട് എന്ന് അത് ഒരു പോർട്ടലിലൂടെ സർക്കാർ ജനങ്ങളെ അറിയിക്കുക. സുതാര്യമാകട്ടെ, ട്രാൻസ്പെറൻറ്റി വരട്ടെ. ഇപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ സർവീസ് എത്ര ഒഴിവുകളുണ്ട്, എത്ര ജീവനക്കാർ ഇന്ന് ജോലി ചെയ്യുന്നു, അതെല്ലാവർക്കും കാണാൻ കഴിയുന്ന പോലെ സുതാര്യമായി സർക്കാരിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ സർക്കാരിന്റെ ഒരു പൊതു പോർട്ടൽ വരട്ടെ. ആ പോർട്ടൽ അറിയുകയാണെങ്കിൽ എത്ര ഒഴിവുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. ഇന്ന് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകും. എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ പ്രൊഫൈൽ എടുക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ പ്രൊഫൈൽ എല്ലാം സർക്കാരിന് അറിയാം. PSC അപേക്ഷ കൊടുക്കുന്നത് മുതൽ അഡ്വൈസ് മെമ്മോ വരുന്നവരെ ഈ കാര്യങ്ങളെല്ലാം PSCക്ക് അറിയാം. അപ്പൊ വിവരശേഖരണത്തിന് വേണ്ടി മറ്റെങ്കിലും പോകേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ആ വിവരശേഖരണത്തിന് വേണ്ടി PSCയുടെ തന്നെ, അല്ലെങ്കിൽ സ്പാർക്ക് വഴിയോ അല്ലാതെ ശമ്പളം കൊടുക്കുക. സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അത് പൊതുപണമാണല്ലോ. ആ പൊതുപണം സർക്കാർ ശമ്പളമായി കൊടുക്കുമ്പോൾ ഇതെങ്ങനെ കൊടുക്കുന്നു, ഏത് പണമാണ് കൊടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ന് അക്കൗണ്ടബിലിറ്റി വേണം പബ്ലിക് മണി യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ എത്ര കണക്കുണ്ടാകണം, ആ കണക്ക് വ്യക്തമായി വന്നാൽ ഇതിനൊരു പൊതു പോർട്ടൽ, ഒരു കേരള സർക്കാരിന്റെ ഈ എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ള ഒരു പോർട്ടൽ ഉണ്ടാക്കുക. ആ പോർട്ടൽ എത്ര പേരുണ്ട്, എത്ര പേർ വേക്കൻസി ഉണ്ട് വ്യക്തമായ നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥർ. വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ആ വേക്കൻസിക്ക് അനുസരിച്ച് നിയമനം നടക്കും. ഇല്ല, അവിടെ താൽക്കാലിക നിയമനം നടക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നോക്കുകുത്തികളാവുകയില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ എത്ര ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്, അവരെല്ലാം എന്താണ് ചെയ്യുന്നത്, അവർക്ക് ജോലി കൊടുക്കണ്ടേ? അപ്പൊ അവർക്കും ഒരു ജോലിയാകും, ചെറുപ്പക്കാർക്ക് ഒരു ആശ്വാസവുമായി മാറും. അപ്പൊ PSC ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പോർട്ടലിൽ കൂടി ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ ഈ താൽക്കാലിക നിയമനത്തിന് പഴുതു തേടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് റെലിംഗ്വിഷ്മെന്റ്. ഇത്തരം മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഒരേ സന്ദർഭത്തിൽ 3, 4, 5 റാങ്ക് പട്ടികകളിൽ വരിക, അവർ ഒരു ജോലി ചൂസ് ചെയ്യും. മറ്റ് 4 റാങ്ക് ലിസ്റ്റുകളിലും അവർ റാങ്കിൽ മുമ്പിലാണെങ്കിൽ അത് റിലിംഗ്വിഷ് ചെയ്യും. ഇപ്പൊ നിലവിലുള്ള അവസ്ഥ വെച്ചാൽ അവർ റിലിംഗ്വിഷ് ചെയ്യുന്നതിന് ധാരാളം നൂലാമാലകളാണ്. അവർ സർക്കാർ ഓഫീസുകളിൽ പോകണം, ഒരു നോട്ടറി അറ്റസ്റ്റേഷൻ കൂടി മാത്രമേ അവരുടെ സമ്മതം കൊടുക്കാൻ കഴിയും. ഇതെല്ലാം നൂലാമാലകളാണ്. അപ്പൊ പലരും ഇതിന് മെനക്കെടാറ്. അപ്പൊ റിലിംഗ്വിഷ്മെന്റ് എന്നുള്ള പ്രക്രിയ നടക്കാതെ നടക്കാതെ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇങ്ങനെ 10, 1000 പേര് അല്ലെങ്കിൽ 500, 1000, 250 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ ചെറുപ്പക്കാർ മറ്റ് റാങ്ക് ലിസ്റ്റുകൾ അവർ ഓപ്റ്റ് ചെയ്യുന്നു, ബാക്കി 3 വേണ്ടെന്ന് വെക്കുന്നു. അവർക്ക് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം നൂലാമാലകളാണ്, റെട്ടേപ്പിസം. അതുപോലെ മറ്റൊരു കാര്യം വെച്ചാൽ
സർക്കാർ സർവീസിൽ ജോലി കിട്ടി, പിന്നീട് പരീക്ഷ എഴുതി, പക്ഷെ എനിക്കത് ആവശ്യമില്ല, റിലിംഗ്വിഷ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ സർക്കാർ പറയുകയാണ് നിങ്ങൾ നേരിട്ട് വരണം, നിങ്ങൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം, നൂലാമാലകൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് മിക്ക ആൾക്കാരും അതിനെ മെനക്കെടാറ്. അതിന്റെ കാരണം അതിന്റെ ഫലമായി ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് റിലിംഗ്വിഷ്മെന്റിൽ കൂടി പുതുതായി ജോലി കിട്ടേണ്ട ആൾക്കാരുടെ അവസരം നഷ്ടപ്പെടുകയാണെന്ന് നോക്കാതെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പാടെ ഇല്ലാതായി പോവുകയാണ്. എന്റെ അഭ്യർത്ഥന സർക്കാരിനോട്, PSC റാങ്ക് ഹോൾഡേഴ്സ് പട്ടികയിൽപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിൽ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇതിനൊരു പരിഹാരം കാണണം. അതുകൊണ്ട് അവർക്ക് എവിടെയെല്ലാം പോർട്ടലിലുണ്ട്, പ്രൊഫൈൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രൊഫൈൽ PSCയുടെ കയ്യിലുണ്ട്. കാരണം അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ വിവരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോർട്ടലിൽ കൂടി റിലിംഗ്വിഷ്മെന്റ് നടത്താനുള്ള അവസരം PSC ഗവൺമെന്റ് ഉണ്ടാക്കണം. അപ്പൊ PSC ചോദിച്ചു, അങ്ങനെ റിലിംഗ്വിഷ്മെന്റ് കൊടുത്താൽ ഇത് യഥാർത്ഥ ഉദ്യോഗാർത്ഥികളായിരിക്കുമോ റിലിംഗ്വിഷ് ചെയ്യുന്നത്? അതിന് പരിഹാരമുണ്ട്. നിങ്ങളൊരു OTP നമ്പർ കൊടുക്കൂ. ഈ ലോകത്ത് ഈ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഒരു OTP നമ്പർ കൊടുത്ത് റിലിംഗ്വിഷ്മെന്റ് പ്രക്രിയ സുതാര്യമാക്കണം എന്ന് ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞാൻ കേരള സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഈ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അനീതി എന്ന് പറയുന്നത് സ്പെഷ്യൽ റൂൾസിന്റെ അഭാവമാണ്. ഇപ്പോ കേരളത്തിൽ PSC നിയമനങ്ങൾ, PSCക്ക് വിട്ട ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഡിപ്പാർട്ട്മെന്റുകളിലെ നിയമനങ്ങളെല്ലാം സത്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് കൃത്യമായി PSCയെ കൊണ്ട് അവിടെയെല്ലാം നിയമനങ്ങൾ നടത്താൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല, ശ്രമിക്കുന്നു. UDF സർക്കാരിന്റെ കാലത്ത് PSCക്ക് വിട്ട എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഒന്നും PSCക്ക് വിടുന്നില്ല. PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ അതിന്റെ നടപടി ത്വരിതപ്പെടുത്തുന്നില്ല. അപ്പൊ PSCക്ക് ഇതുവരെ PSC അപ്പോയിന്റ്മെന്റ് നടത്താത്ത ഒരു സ്ഥാപനത്തിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടാൽ ആ സ്ഥാപനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ റൂൾസ് ചട്ടം ഉണ്ടാക്കണം, സർക്കാർ ചട്ടം ഉണ്ടാക്കണം. സാധാരണഗതിയിൽ ആ ചട്ടം സർക്കാർ ഉണ്ടാക്കി PSCക്ക് കൊടുത്ത് PSCയുടെ അപ്രൂവൽ വാങ്ങി. കാരണം അത്തരം ചട്ടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ഓരോരോ വേക്കൻസിയുടെ സ്വഭാവം അനുസരിച്ച് വേണം ചട്ടം ഉണ്ടാക്കാൻ. ചട്ടം ഉണ്ടാക്കി PSCയുടെ അപ്രൂവൽ വാങ്ങി ചട്ടം കൊണ്ടുവന്ന് അത് നടപ്പാക്കാം. നിങ്ങൾക്കറിയുമോ, എത്രയോ വർഷങ്ങളായി AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ PSCക്ക് വിട്ട നിയമ ഡിപ്പാർട്ട്മെന്റുകൾ പോലും സ്ഥാപനങ്ങൾ പോലും ഈ സർക്കാരിന്റെ കാലത്ത് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർണ്ണമായി വന്നിട്ട് ഇവര് യാതൊരു ദയമില്ലാതെ, മനുഷ്യപ്പറ്റില്ലാതെ അതെല്ലാം പാരലൈസ് ചെയ്ത് അതിനെല്ലാം തളച്ചിട്ട് അതിനെല്ലാം എന്താണ് ഇല്ലാതെയാക്കിയിട്ട് പുറം വാതിൽ നിയമനം, സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. എന്റെ അഭ്യർത്ഥന, ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥന, അവരെല്ലാം അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദയവായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക. സ്പെഷ്യൽ റൂൾസ് ഇല്ലാത്ത സമയത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. സ്പെഷ്യൽ റൂൾസ് ഇല്ല, PSCക്ക് നിയമനം വിട്ടു, പക്ഷെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. ആ എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടി നിയമനം നടത്താം. PSC കൊണ്ട് തന്നെ നടത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് നടത്താൻ കഴിയും. അപ്പൊ ആ അവസ്ഥ സർക്കാർ ഉണ്ടാക്കണം. അപ്പൊ PSCയുടെ സ്പെഷ്യൽ റൂൾസ് പാസ്സാകാതെ ഇങ്ങനെ നിയമനം കെട്ടിക്കിടക്കുന്നു. എത്രയോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 1/4 നൂറ്റാണ്ടായി PSC നിയമനം നടത്താത്ത, PSCക്ക് നിയമനം വിട്ട ക്ലേസ് ആൻഡ് സെറാമിക്സ് ലിമിറ്റഡ്, വനിതാ വികസന കോർപ്പറേഷൻ, കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ്, എക്സ് സർവീസ്മെൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ഫീഡ്സ്, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, സീതാറാം മിൽസ്, ഓയിൽ പാം ഇന്ത്യ, ബാംബു കോർപ്പറേഷൻ, കാപെക്സ്, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഇവയെല്ലാം അതുപോലെ തുടങ്ങി ധാരാളം സ്ഥാപനങ്ങൾ PSCക്ക് നിയമനങ്ങൾ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇതുവരെയായി ആ നിയമനം നടത്താൻ സ്പെഷ്യൽ റൂൾസ് പാസ്സാക്കുകയോ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ഈ സർക്കാർ ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് ആവശ്യമുള്ള തസ്തികകളിൽ മാത്രം എക്സിക്യൂട്ടീവ് ഓർഡർ നടത്തി സർക്കാർ നിയമനം നടത്തുകയും ചെയ്യുന്നു, സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടി. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകണം. സർക്കാർ ഇടപെടണം. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണം. ഇത് ചെറുപ്പക്കാരുടെ ഒരു വലിയ ആവശ്യമാണ്. ഈ ആവശ്യം ഇപ്പൊ കരാർ ജീവനക്കാരെ ശരിപ്പെടുത്താൻ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഹൈക്കോടതി വിധി മറികടന്നിട്ട് 75 താൽക്കാലിക നിയമനം നടത്താൻ പോവുകയാണ്. അവിടെ സ്പെഷ്യൽ റൂൾസ് കൊണ്ടുവന്ന് അത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് ആയിരിക്കാം. ആ സ്പെഷ്യൽ റൂൾസ് പൂർത്തീകരിച്ച് ഓർഡറായി പുറത്തു വരുന്ന നടപടിയെ തളച്ചിട്ട് അതിനെ ഒന്ന് മരയിപ്പിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവുണ്ട്. കേരഫെഡിൽ നിയമനം നടത്തുന്നത് PSC വഴിയാകണം. താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. താൽക്കാലിക നിയമനം നേടിയവർ അയോഗ്യരാണ്, അവർക്ക് മതിയായ യോഗ്യതയില്ല, അതുകൊണ്ട് സ്ഥിരപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും സ്പെഷ്യൽ റൂൾസ് പാസ്സാക്കാനുള്ള നീക്കം മരവിപ്പിച്ചിട്ട് കേരഫെഡിൽ 75 ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, സ്പെഷ്യൽ റൂൾസ് പാസ്സാകുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്നത് കേരഫെഡിലായിരിക്കും. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഇത് അദ്ദേഹം പോലും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. കഴിയുമ്പോൾ ഒരു രസകരമായ കാര്യം, 100 ദിവസം കൊണ്ട് 6,50,000 പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചു. അവിടെ ആരുടെയും പട്ടിക ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ സഹകരണ ഡിപ്പാർട്ട്മെന്റ് വഴി കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളോടും സഹകരണ സംഘങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ കൊടുക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ, അതുപോലെ ഭവന വായ്പ ഉൾപ്പെടെ ഉള്ള വായ്പകൾ, സ്വയം തൊഴിൽ കണ്ടെത്താൻ, സ്വയം തൊഴിൽ വായ്പ നേരിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം പട്ടിക സർക്കാർ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ പട്ടികയെല്ലാം ഉൾപ്പെടുത്തി 1,00,000 പേരെ സർക്കാർ 100 ദിവസം കൊണ്ട് തൊഴിൽ കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് സർക്കാർ പോവുകയാണ്. അപ്പൊ അവർക്ക് ഇതിലൊന്നും ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് സത്യം. ആശ്രിത നിയമനം, താൽക്കാലിക നിയമനം, ആശ്രിത നിയമനം, അപ്പോയിന്റ്മെന്റ് ഓൺ കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, കേരളത്തിൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 16-ാം വകുപ്പ് പ്രകാരം അപ്പോയിന്റ്മെന്റിന് ഒരു വിഭാഗീയതയും പാടില്ല. അപ്പോയിന്റ്മെന്റ് എല്ലാം സുതാര്യമായി എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആയിരിക്കും. പക്ഷേ 1990 ഉമേഷ് കുമാർ നാഗ്പാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്നൊരു കേസിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയുണ്ട്. ആ വിധിയിൽ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് 5% ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 10ാം ശമ്പള കമ്മീഷൻ കാലത്ത് തന്നെ ഈ 5% അധികരിച്ചിരിക്കുന്നു. അപ്പൊ ഇനി കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ആശ്രിത നിയമനം കേരളത്തിൽ നടത്താനേ കഴിയില്ല. അത്രവണ്ണം ആശ്രിത നിയമനങ്ങൾ കേരളത്തിൽ നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ വിധി, അപ്പൊ ഇതൊരു ഡിസ്ക്രിപ്ഷൻ പവറാണ്. ഗവൺമെന്റുകൾക്ക്, ക്യാബിനറ്റിന് ഒരു വേണമെങ്കിൽ കൊടുക്കാം, ആശ്രിത നിയമനം കൊടുക്കാം. പക്ഷെ അത് പുവറസ്റ്റ് ഓഫ് ദ പുവർ, അല്ലെങ്കിൽ അർഹതയുള്ള ഏറ്റവും അർഹതയുള്ളവർക്ക് മാത്രമേ അത്തരം നിയമനങ്ങൾ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഭരണഘടനയുടെ 16-ാം അനുച്ഛേദത്തെ പോലും വെല്ലുവിളിക്കുന്നു. എന്താണ് 16-ാം അനുച്ഛേദം പറയുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിലിന്റെ കാര്യത്തിൽ തുല്യത എന്നുള്ളതാണ്. അപ്പൊ ഈ 5% ആശ്രിത നിയമനം അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് എന്നുള്ള വ്യവസ്ഥ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്റ്റീവിനെ അതിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ വ്യാപകമായി ഇത്തരം ആശ്രിത നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായി നമുക്ക് ശക്തമായി പ്രതികരിക്കണം. 5% ഒരു കാരണവശാലും ഇത് കൂടാൻ പാടില്ല. പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും 5% കൂടിയിരിക്കുന്നു. ഇവർക്ക് നിയമനം കൊടുക്കേണ്ടതുള്ളതാണ്, ഇവർ കൊടുക്കാം. ഇപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 5% എക്സീഡ് ചെയ്തെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒഴിവാക്കും. നിങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. അപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി തേടി വരുന്ന ഉദ്യോഗത്തിന് അവസരം നഷ്ടമാകില്ല. ഒരു രസകരമായ കാര്യം കൂടി ഞാൻ പറയാം. ഈ 20ാമത്തെ വയസ്സിലേക്കാണ് പലർക്കും ഈ ആശ്രിത നിയമനം ലഭിക്കുന്നത്, കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും അതുപോലെയുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ, അത് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഞാൻ പറയുന്നില്ല, ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ ആശ്രിത നിയമനക്കാർ ഒരു MD ക്ലർക്കായി കയറി കഴിഞ്ഞാൽ അവര് സത്യത്തിൽ അവരാണ് ഈ പല ഡിപ്പാർട്ട്മെന്റുകളുടെയും മേൽത്തട്ടിൽ വരുന്നത്. ഗസറ്റ് ഓഫീസർമാർ വളരെ വേഗമാകാൻ കഴിയും. അവരാണ് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ടവർ. ആശ്രിത നിയമനത്തിൽ അപ്പോയിന്റ്മെന്റ് നടത്തി വന്നിട്ടുള്ള ഈ ആൾക്കാർക്ക് കേരളത്തിലെ ചെറുപ്പക്കാരുടെ PSC വഴി കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ നിയമനം റിപ്പോർട്ട് ചെയ്യാൻ എന്താ താമസം, ഇത്ര ആഗ്രഹം, എന്താ അവർക്ക് ആകുലത? ഒരു ആകുലതയില്ല. അവർക്ക് ഒരു ആവശ്യമൊന്നുമില്ല. അവർ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. ഏതെങ്കിലും ക്ലർക്ക്, LD ക്ലർക്ക് ഇങ്ങനെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഈ ഓഫീസർ കൊടുത്താൽ അദ്ദേഹം അത് കാണാതിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പണി പോകും. അതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. അപ്പോ
മറ്റൊരു കാര്യം, ഈ കമ്പാഷൻ ഗ്രൗണ്ടിംഗ് അപ്പോയിന്റ്മെന്റിന് വരുമാന പരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്നു. 1990 ഇത് 1.5 ലക്ഷമായിരുന്നു. വന്ന് ഇന്ന് അത് 8 ലക്ഷമായി. 8 ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്കാർക്കും കമ്പാഷൻ ഗ്രൗണ്ടിൽ ജോലി കിട്ടും. അപ്പൊ അനർഹർക്കും ജോലി കിട്ടും. ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് സാധാരണ നമ്മുടെ അർഹതയുള്ള PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യമാണ്. അത് നമുക്ക് പരിഹാരമുണ്ടാക്കി മതിയാവില്ല. ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. ധാരാളം നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളം കമന്റുകൾ ഈ ലൈവിൽ വരുന്നുണ്ട്. എല്ലാ കമന്റിനും കണ്ടുത്തരം പറയാൻ സത്യത്തിൽ കഴിയുന്നില്ല. നമ്മുടെ ദുബൈയിൽ നിന്നും പ്രിയ സുഹൃത്ത് ശ്രീ അനീഷ് ചോദിക്കുന്നു, കേരളത്തിൽ നടക്കുന്ന ഇത്തരം നിയമനങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിലും വൈസ് പ്രസിഡന്റ് ശബരിനാഥും എല്ലാം നല്ല നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും എല്ലാം ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, 1,17,269 ഉദ്യോഗാർത്ഥികൾ താൽക്കാലിക നിയമനം നേടി ഈ സർക്കാരിന്റെ കാലത്ത് ജോലി ശമ്പളം വാങ്ങുമെങ്കിൽ അനർഹരായവരെ അവരെക്കാൾ കൂടുതൽ അർഹരായവർക്ക് ജോലി കിട്ടണം. പക്ഷെ ഇത് സർക്കാർ എന്തുകൊണ്ട് ഇത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സർക്കാർ തന്നെയാണ്. രാജീവ് നടുവിലെ മുറി ഷാദയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ അഭിവാദ്യം ഞാൻ സ്വീകരിക്കുന്നു. താങ്ക് യു. സിന്ധു, ദിലീപ്, താങ്ക് യു. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ധാരാളം ആൾക്കാർ. ഗിഫ്റ്റി, ഡോക്ടർ ഗിഫ്റ്റി, എൽസ വർഗീസ് പേരി, താങ്ക് യു. ബിന്നി സാഹിദി, താങ്ക് യു. പ്രദീപ് ജെറിൻ ജേക്കബ്, സുഹൃത്തുക്കൾ എല്ലാവരും ഈ ലൈവ് കാണുന്നുണ്ട്. ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റ്, PSC നമുക്കറിയാം, PSC സിവിൽ പോലീസ് ഓഫീസർ മെൻ ബോയ്സ് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ റാങ്ക് ലിസ്റ്റ് ഒപ്പമാണ് നമ്മുടെ വനിതാ പോലീസ് ഓഫീസർമാരുടെ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ടെസ്റ്റ് നടത്തിയ സെയിം ഡേയിലാണ്. പക്ഷെ ഇന്ന് വരെ അത് നിയമനം നടന്നിട്ടില്ല. പുരുഷ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നിയമനം കുറച്ച് നടത്തി. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു. അതേ ദിവസം സെയിം ഡേയിൽ നടന്ന നിയമനത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പക്ഷെ അഡ്വൈസ് ഒരാൾക്ക് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ സർക്കാരിന്റെ അവസ്ഥയാണ്. എന്തുകൊണ്ട് അത് വൈകുന്നു? എന്തുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇത്തരം ആവശ്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഹലോ, അപ്പോ ഇത്തരം കാര്യങ്ങളിലെല്ലാം സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. സർക്കാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം ആത്മാർത്ഥമായി യുവാക്കളെ സഹായിക്കാൻ, യുവാക്കൾക്ക് പിന്തുണ കൊടുക്കാൻ, അവരുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ഒരു കൈകടത്തലുണ്ട്, ഒരു ഇടപെടലുണ്ട്. അത് അവർക്ക് അനുകൂലമായ, സ്വന്തക്കാർക്ക് വേണ്ടിയല്ല എന്ന നിലയിൽ ഒരു പ്രവർത്തനം നടത്താൻ സർക്കാരിന്റെ ബാധ്യതയുണ്ട്. അത് അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരിലെ ബന്ധപ്പെട്ട മന്ത്രിമാരും അത് നടപ്പാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ധാരാളം സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ അടുത്ത സമയത്ത് 51 ഡ്രൈവർമാരെ പഞ്ചായത്തുകൾ സ്ഥിരപ്പെടുത്തിയതിനായിട്ട് PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഈ നീക്കത്തെ മരയിപ്പിച്ച് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് LDV ഡ്രൈവർ ലിസ്റ്റാണ് അങ്ങനെ വരുന്നത്. പല പഞ്ചായത്തുകളിലും ഡ്രൈവർമാരുടെ വേക്കൻസി സർക്കാർ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് സർക്കാർ ഈ പഞ്ചായത്തുകളിൽ 51 ഡ്രൈവർമാരെ, രാഷ്ട്രീയ നേതൃത്വമാണ്, ഇഷ്ടക്കാരെ നിയമിച്ചിരിക്കുകയാണ്. 100 കണക്കിന് ആൾക്കാർ ഡ്രൈവർമാരുടെ വേക്കൻസിയിൽ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അവരെ ആരെയും നിയമിക്കാതെയാണ് ഈ 51 പേരെ വളഞ്ഞ വഴിയിൽ കൂടെ പുറം വാതിലൂടെ നിയമിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ലൈബ്രറി കൗൺസിൽ നിങ്ങൾക്ക് അറിയുമോ, 60 പേരെ ഈ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ സ്ഥിരപ്പെടുത്തി. 2018 13 പേരെയും 2020 47 പേരെയും
2018 മരിച്ചുപോയ ഒരാൾ, അദ്ദേഹം മരിച്ചതിന് 5 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തിയുള്ള ഉത്തരവ്. ഓർത്തു നോക്കൂ, 2018 47 പേരെ ആകെ നിയമിച്ചു, സ്ഥിരപ്പെടുത്തി. അതിലൊരാൾ മരിച്ചുപോയി. 5 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തുന്നത്. എന്തൊരു മര്യാദയാണെന്ന് ആലോചിച്ചു. എത്ര ക്രൂര വിനോദമാണിത്. എന്നിട്ട് അത് മാത്രമല്ല, അതിനുശേഷം മരിച്ചു പോയതിനു ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷം സ്ഥിരപ്പെടുത്തിയ ആളുടെ ഭാര്യയ്ക്ക് ആശ്രിത നിയമനവും കൊടുത്തിരിക്കുന്നു. ഈ സർക്കാർ ലൈബ്രറി, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാർ അടങ്ങിയിരിക്കുമോ? അവരുടെ ശബ്ദം ഉയരാതിരിക്കുമോ? അവർ പറയുന്നത് നിഷേധിക്കാൻ കഴിയുമോ? എന്ത് രീതിയാണ്, എന്തൊരു മര്യാദയാണ്! സർക്കാർ ഇത്തരക്കാരും ശ്രദ്ധിക്കണ്ടേ? പാലക്കാട് ഉള്ള ഒരാളാണ് 47. വേറെ ഒരു പ്രശ്നം, 2020 ഇങ്ങനെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിയമിച്ചിട്ടുള്ള 47 പേരിൽ ഒരാൾ വിരമിക്കൽ പ്രായം കഴിഞ്ഞാണ് അയാൾ നിയമിച്ചത്. സാധാരണ സർക്കാർ സർവീസിൽ 56 വയസ്സാണ് വിരമിക്കൽ പ്രായം. പക്ഷെ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടാണ്. 2 അനോമലി ഈ ലിസ്റ്റിലുണ്ടായിരിക്കുക. വിരമിക്കൽ പ്രായം കഴിഞ്ഞയാളെ സ്ഥിരപ്പെടുത്തി, എന്നിട്ട് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടാൻ, പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് അയാൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയാണ് അയാൾ വിരമിച്ചു കഴിഞ്ഞ് അയാളെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. എന്തൊരു സത്ത! ഈ കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത്? ആരും ശബ്ദിക്കാത്ത എന്താണ്? എത്രയോ വിപ്ലവ യുവജന സംഘടനകൾ കേരളത്തിലുണ്ട്. ഇവരെല്ലാം എന്താണ് ഉണ്ടായിരിക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? അവർ വിശ്വസിക്കേണ്ടത്, പിന്തുണയ്ക്കേണ്ടത് അവർ റെപ്രസെന്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്, ചെറുപ്പക്കാരെയാണ്. ആ ചെറുപ്പക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെല്ലാം ആ സംഘടനകളുടെ മേലിൽ പണ്ടൊക്കെ സമരം ചെയ്ത് സർക്കാരിന്റെ വലിയ ഉന്നത പദവികളിൽ MLA-മാരുമായി MP-മാരും എല്ലാം വന്നിട്ട് എന്ത് കാര്യം? ചെറുപ്പക്കാരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ബിവറേജസ് കോർപ്പറേഷന്റെ LDC നിയമനം കഴിഞ്ഞ 1.5 വർഷമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ധാരാളം ഒഴിവുകളുണ്ട് ബിവറേജസ് കോർപ്പറേഷൻ. എന്നറിയുമോ, കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷനിൽ മുഴുവൻ, ഔട്ട്ലെറ്റുകളിൽ മുഴുവൻ സ്വന്തക്കാരെ നിയമിച്ചിരിക്കുകയാണ് സർക്കാർ. പക്ഷേ 2017 മുതൽ അവിടുത്തെ ഒഴിവുകൾ ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. 100 കണക്കിന് ഒഴിവുകളുണ്ട്, ഒന്നുപോലും റിപ്പോർട്ട് ചെയ്യുന്നു. ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. KSRTC മെക്കാനിക് ടെസ്റ്റ് നടത്തിയിട്ട് വർഷങ്ങളായി. KSRTC മെക്കാനിക് ആ ടെസ്റ്റ് നടത്തിയിട്ട് ഇതുവരെ ലിസ്റ്റ് കൊടുക്കുന്നു. താൽക്കാലിക നിയമനങ്ങൾ അതിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം മെക്കാനിക്കുകളായി ധാരാളം ആൾക്കാർ, വേണ്ടപ്പെട്ടവരുടെ സ്വന്തക്കാരായി ധാരാളം ആൾക്കാർ ആ മേഖലയിൽ ജോലി ചെയ്യുന്നു. വനിതാ പോലീസ് ഓഫീസറുടെ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞു, ഒരെണ്ണം പോലും നടത്തിയിട്ടുണ്ട്. സ്കോൾ, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ, സ്കോൾ കേരള എന്ന് പറയുന്ന ഒരു സംവിധാനം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടി. ഇവിടെ കുറെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഇവർ തീരുമാനിച്ചു. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇവിടെ ആരാണെന്നോ സ്ഥിരപ്പെടാൻ പോകുന്ന DYFI നേതാക്കളുടെ ബന്ധുക്കളെ, ഭാര്യമാരെ, സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയാണ് തൊടുപുഴ സ്വദേശിയായ MB രാജു ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഹർജി കൊടുക്കുകയും ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നടത്താൻ പോകുന്ന പിൻവാതിൽ നിയമനം. ഇപ്പോ ഈ അടുത്ത സമയത്ത് ഹൈക്കോടതിയുടെ തുടർച്ചയായിട്ടുള്ള ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ വന്നതോടുകൂടി ഈ ഇങ്ങനെയുള്ള താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഒരു സർക്കുലർ താഴെ. ആ സർക്കുലറിന് എത്ര വില ഉണ്ടാകും ഈ മന്ത്രിമാർ കൊടുക്കും എന്ന് നമുക്ക് അറിയില്ല. PSC പരീക്ഷ തട്ടിപ്പ്. സത്യത്തിൽ കേരളത്തിലെ PSC പരീക്ഷ എന്തൊരു വിശ്വാസമുള്ള പരീക്ഷയായിരുന്നു. ഇന്ന് അതെല്ലാം പോയിരിക്കുന്നു. ഇന്ന് അതെല്ലാം ഒരു സ്വപ്നങ്ങൾ മാത്രം. ഇന്ന് ആരും അങ്ങനെ കരുതുന്നില്ല. നമുക്കറിയുമല്ലോ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന SFI നേതാവ് 1ാം റാങ്കിലെത്തിയത്. അദ്ദേഹം പരീക്ഷ ഹാളിലിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക്, മൊബൈൽ ഫോണിലേക്ക് 96 ചോദ്യങ്ങളുടെ ഉത്തരവെത്തി.
ഒന്നും രണ്ടുമല്ല, 96 ചോദ്യങ്ങളുടെ ഉത്തരമെത്തി. അദ്ദേഹം 1ാം റാങ്കുകാരനായി. അദ്ദേഹത്തിനൊപ്പം SFI നേതാവ് നസീം പരീക്ഷ എഴുതി. അയാളുടെ ഫോണിലേക്ക് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ 76 ചോദ്യങ്ങൾക്ക് ഉത്തരമെത്തി. ഈ ചോദ്യങ്ങൾ എങ്ങനെ പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞു? എങ്ങനെ ഇയാൾ മൊബൈൽ ഫോണുമായി പരീക്ഷ ഹാളിലെത്തി? എങ്ങനെ ഇയാൾക്ക് 26 റാങ്ക് കിട്ടി? ലക്ഷക്കണക്കിന് കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ട് സർക്കാരിലും മന്ത്രിമാരിലും സ്വന്തക്കാരുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളെ പോലും അട്ടിമറിക്കുന്ന ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും ഞെട്ടേണ്ട സംഭവവികാസങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ കേരളത്തിൽ PSC പരീക്ഷ അട്ടിമറിക്കുന്നതും ഒരു പുതിയ കാര്യം. പത്തനംതിട്ടയിൽ ഒരു CPM MLA ഭാര്യ, ഇപ്പൊ അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി വന്ന കാര്യമാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സഹകരണ ബാങ്കിൽ അദ്ദേഹത്തിന് ജോലി രാജിവെക്കണം എന്ന് തോന്നിയപ്പോൾ രാജിവെച്ചിട്ട് ഭാര്യയെ നിയമിച്ചു. ഭാര്യയ്ക്ക് പ്യൂൺ തസ്തികയിലാണ് നിയമനം. പ്യൂൺ തസ്തികയിൽ സഹകരണ ബാങ്കിൽ ജോലി കിട്ടണമെങ്കിൽ അവിടെ ഡിഗ്രി ഉണ്ടാകരുത്. ഡിഗ്രി ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് നിയമനം നേടി. ഡിഗ്രി ഇല്ല എന്ന് കാണിച്ച് നിയമനം നേടിയിട്ട് ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞ് ആ തൊഴിൽ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരി പരാതി കൊടുത്തപ്പോൾ ഇതുവരെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. പരാതി വന്നു. അന്വേഷിക്കാൻ വന്ന സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറെ വിരട്ടി ഓടിച്ചു. ആര് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും ആരും മൊഴിയെടുക്കാൻ തയ്യാറാകില്ല. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം പത്തനംതിട്ട ജില്ലയിലുണ്ട്. കേരളത്തിലെമ്പാടും ഇതേപോലെ നിരവധി ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ ചെറുപ്പക്കാർ നേരിടുകയാണ്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു കൺസോളിഡേറ്റഡ് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ ഒരു കൺസോളിഡേറ്റഡ് പട്ടിക കേരള സർക്കാർ പുറത്തിറക്കി. അത് ആരെല്ലാം ജോലി ചെയ്യും, ആർക്കെല്ലാം ഇനി ജോലി കിട്ടാറുണ്ട്, എത്ര ഒഴിവുകളുണ്ട് എന്നത് അവർക്ക് മനസ്സിലാക്കണം. സ്പെഷ്യൽ റൂൾസ് പാസ്സാക്കുന്ന ഒരു കാലവിളംബം സർക്കാർ മാറ്റണം. സ്പെഷ്യൽ റൂൾസ് വളരെ പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. റിലിംഗ്വിഷ്മെന്റ് നടപടികൾ സുതാര്യമാക്കണം. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു എന്നതുകൊണ്ട് മാത്രം അത് ക്യാൻസൽ ചെയ്യാതെ, ശരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങളോട് 3 വർഷം വരെയാണ് പോലീസ്, എക്സൈസ് ഉൾപ്പെടെയുള്ള ഫോഴ്സ് ഒഴികെ എല്ലായിടത്തും കാലാവധി. പക്ഷെ സർക്കാരിന് വേണമെങ്കിൽ PSCയോട് എല്ലാ റാങ്ക് ലിസ്റ്റും 4.5 വർഷം വരെ നീട്ടാൻ ആവശ്യപ്പെടാം. 4.5 വർഷം വരെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നീട്ടാൻ ആവശ്യപ്പെട്ടാൽ PSCക്ക് അത് അനുസരിക്കേണ്ടി വരും. പക്ഷെ ഇവർ ആവശ്യപ്പെടുന്നില്ല. എന്താണ് ആവശ്യപ്പെടുന്നത്? അങ്ങനെ ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചാൽ ആ നിയമനം കിട്ടുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം സ്വന്തക്കാരാകണമെന്നില്ല. സ്വന്തക്കാരെ എങ്ങനെ വെക്കാൻ പറ്റും? സ്വന്തക്കാരെ വെച്ച് കഴിയൂ. സ്വന്തക്കാരായിട്ടുള്ള അയോഗ്യരെ സർക്കാർ സർവീസിൽ നിയമിക്കുക, താൽക്കാലികക്കാരായി ചെറിയ ശമ്പളത്തിൽ, പിന്നീട് അവരെ സ്ഥിരക്കാരാക്കുക, പ്രൊമോഷൻ കൊടുക്കുക. യോഗ്യതയുടെ ലക്ഷ്യങ്ങൾ ഒരു മാർഗവുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഈ വഞ്ചനാപരമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് 3 മാസമാണ് സർക്കാർ റാങ്ക് പട്ടിക നീട്ടാൻ തയ്യാറായത്. എല്ലാവരും മുറവിളിയായത് കേരളമെമ്പാടും റാങ്ക് പട്ടിക നീട്ടണം. സർക്കാർ പറയുന്നു കാർഷിക കടങ്ങളുടെ മൊറട്ടോറിയം നീട്ടണം, അത് നീട്ടണം, ഇത് നീട്ടണം. സർക്കാരിന് പല ആവശ്യങ്ങളുണ്ട് നീട്ടുന്നതിനെ കുറിച്ച്. സർക്കാർ പറയുന്നു സാലറി കട്ട് നീട്ടണം, വീണ്ടും 6 മാസം കൂടി വേണം. പക്ഷെ PSC റാങ്ക് പട്ടിക നീട്ടണം വേണ്ടുന്നില്ല. എന്താണ് കാരണം? ചെറുപ്പക്കാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുത്താൽ, അടുത്ത പട്ടിക വരും വരെ നീട്ടിക്കൊടുത്താൽ ഈ പുറംവാതിൽ നിയമനം നടക്കില്ല. സ്വന്തക്കാർ നിയമിക്കാൻ കഴിയില്ല. സ്വന്തക്കാരെ നിയമിക്കാനായി നടത്തുന്ന ഈ പുറംവാതിൽ നിയമനങ്ങൾ കേരളത്തിൽ ഒരു അലങ്കാരമായി മാറിയിരിക്കുന്നു. മന്ത്രിമാർക്ക് യാതൊരു ലജ്ജയുമില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇങ്ങനെ നിയമിച്ചത്. ഞാൻ ആദ്യം അതിന് കണക്ക് പറഞ്ഞല്ലോ. ഇപ്പൊ നിയമവും ചട്ടവും പാസ്സാക്കാതെ അങ്ങനെ നിയമിക്കുന്നു. അപ്പൊ നിരവധി വിധത്തിലാണ്. ശ്രീ VP സജീന്ദ്രൻ MLA കേരള നിയമസഭയിൽ സർക്കാരിന്റെ ചോദ്യം ചോദിച്ചു. TP രാമകൃഷ്ണൻ തൊഴിൽ മന്ത്രി ഉത്തരവ് കൊടുത്തു. 1959 കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസി ആക്ട് പ്രകാരം
സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ PSC നിയമന പരിധിയിൽപ്പെടാത്ത ഒഴിവുകളിലേക്ക് നിയമനത്തിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ സേവനം നിർബന്ധമായും പാലിക്കണമെന്ന നിയമം നിലവിലുണ്ടോ? ഉണ്ട് എന്ന് ഉത്തരം. അങ്ങനെ അല്ലാതെ ആ നിയമത്തെ കാറ്റിൽ പറത്തി എത്ര പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, എത്ര പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ മന്ത്രി ശരിയായ ഉത്തരം കൊടുക്കുന്നില്ല, നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള ഉത്തരമാണ്. കെ ശബരിനാഥ് MLA, അൻവർ സാദത്ത് MLA തുടങ്ങിയവരെല്ലാം ഇതുപോലെയുള്ള സമാനമായ ചോദ്യങ്ങൾ. സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരുടെ നിലവിലെ എണ്ണം എത്രയാണ്? 35 ലക്ഷം കവിഞ്ഞു എന്നാണ് സർക്കാരിന്റെ കണക്ക്. 20 വർഷം കഴിഞ്ഞിട്ടും നിയമനം ലഭിക്കാത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ സർക്കാർ പറഞ്ഞിട്ടില്ല. 20 വർഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ഒരു കത്ത് പോലും, ഒരു കാർഡ് പോലും ലഭിക്കാത്ത 35 ലക്ഷം ചെറുപ്പക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവരുടെ പ്ലൈറ്റ് ഓഫ് ദോസ് ഹാപ്പിനെസ് യൂത്ത് അത് പരിഹരിക്കാതെയാണ്, അത് കാണാതെയാണ് ഇത്ര അനീതി പുറംവാതിലൂടെ സ്വന്തക്കാരെ നിയമിക്കാനും അവർക്ക് അനർഹമായ നിയമനങ്ങൾ നൽകാനും സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീ അനിൽ അക്കരെ MLA ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് സർക്കാർ അർദ്ധ സർക്കാർ നിയമനം ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം ധാരാളം കണക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം സർക്കാരിന്റെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള ധാരാളം ഡോക്യുമെന്റ്സ് വ്യക്തമാക്കുന്നത് സർക്കാർ വലിയ അനീതിയാണ് ചെറുപ്പക്കാരോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു സാമൂഹിക ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഞാനിതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന യുവാക്കളും സത്കർമ്മങ്ങളിൽ ആഗ്രഹിക്കുന്നവർ, സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള കേരളത്തിലെ നല്ലവരായിട്ടുള്ള കേരള സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന്റെ ഈ അനീതിക്കെതിരായി, ഈ നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരായി ശബ്ദിക്കാനും തയ്യാറാകണം എന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ സത്യത്തിൽ ഈ ലൈവ് പ്രോഗ്രാമിലൂടെ അതിലേക്കെല്ലാം വരാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിലെല്ലാം നിങ്ങളുടെ എല്ലാം എനിക്ക് അതിനെല്ലാം ഉത്തരം പറയണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 245 ചോദ്യങ്ങളാണ് ഉള്ളത്. അപേക്ഷയിൽ PSC ലിസ്റ്റ് നിലനിൽക്കെ ഏകദേശം പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞു. 800-ലധികം പഞ്ചായത്തുകൾ താൽക്കാലിക ഡ്രൈവർമാർ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡ്രൈവർമാരുടെ നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത നിയമസഭ അതുപോലെ ധാരാളം ചോദ്യങ്ങൾ എന്നെ വ്യക്തിപരമായി പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശങ്ങൾ ഞാൻ പറയുന്നില്ല. പിണറായി സർക്കാരിന്റെ കൊള്ളരായ്മകളും തട്ടിപ്പുകൾ തുറന്നു കാണിക്കുന്ന ഈ പരിപാടി, പ്രതിവാര പരിപാടി നന്നായിരിക്കുന്നു എന്ന് EK സലീം ദമാമിൽ നിന്നും പറയുന്നു. പ്രശാന്ത് കോഴിക്കൽ, ജോലി വാഗ്ദാനം അട്ടിമറിക്കുന്നത് PSC-യിൽ മാത്രമാണോ? പല രാഷ്ട്രീയ കക്ഷികളും അവരുടെ ആളുകളെ സഹകരണ ബാങ്കുകളിൽ നിയമിക്കുന്നില്ലേ എന്ന് പ്രശാന്ത് കോഴിക്കൽ എന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക് സത്യമാണ്. സഹകരണ ബാങ്കുകൾ അതിന് രാഷ്ട്രീയമില്ല, എല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട്. സഹകരണ ബാങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കുന്നുണ്ട്, സത്യമാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിനും വളരെ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തോട് ഞാൻ വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ബാബു മാമ്പറ്റ, LDF വരും, എല്ലാം ശരിയാകും, PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പാർട്ടി ചെറുപ്പക്കാരുടെ സംസ്ഥാനമാണ് കേരളം. ശരിയാണ്, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ചെങ്കിലും ചുരുങ്ങിയ പക്ഷം ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഞാനത് അംഗീകരിക്കുന്നു. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും സത്യത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അഡ്വക്കേറ്റ് രാമേന്ദ്രൻ കുറിയന്നൂർ പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാണ് ഇവിടെ വിജ്ഞാപനം നടത്തി ജോലി കച്ചവട തകൃതിയായി നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ജോസി തോമസ്, താങ്ക് യു. അബിൻ രാംകുമാർ, ഷൈജു, സയ്യിദ് മുഹമ്മദ് ഫ്രം ബഹ്റിൻ, താങ്ക് യു സയ്യിദു. മനോജ് വർഗീസ്, അജിത് മണ്ണിൽ, രാജ്കുമാർ, അരവിന്ദ് ചന്ദ്രശേഖർ, യൂത്ത് കോൺഗ്രസ് നേതാവ്, വിദ്യാ ചൗധരി,
താങ്ക് യു. അൻസാരി താങ്ക് യു. മുഹമ്മദ് ഷാനി ആദിക്കാട്ട് കുളങ്ങര താങ്ക് യു. കമന്റുകൾ ധാരാളം വരുന്നുണ്ട്, ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. സമയം ഇപ്പൊ തന്നെ അധികമായിരിക്കുന്നു. ഇപ്പോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുമായി സഹകരിച്ചു. നിങ്ങളെല്ലാം എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. സാദിഖ് പുളിക്കൽ, റഫീഖ്, സാദിഖ് പുളിക്കൽ, മനോജ് വഗീസ്, അൻസി രാജു, മൈലം ഗണേഷ് താങ്ക് യു. മൈലം ഗണേഷ്, അബു അബ്രഹാം താങ്ക് യു. താങ്ക് യു, താങ്ക് യു. സഞ്ജു പിള്ളൈ ദുബായ് താങ്ക് യു. പ്രവീൺ കുമാർ ഇൻകാസ് അബുദാബി താങ്ക് യു. ഹനീഫ റാവുത്തർ താങ്ക് യു. ഉണ്ണികൃഷ്ണപിള്ളൈ താങ്ക് യു. ശരിയാണ്, ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ശരിയാണ്. ഈ സർക്കാരിനെ ഏറ്റവും വെറുക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരായില്ലേ? തീർച്ചയായിട്ടും ആയിരിക്കും. ചെറുപ്പക്കാർ ഒരു നല്ല വിഭാഗം തീർച്ചയായിട്ടും ഈ സർക്കാരിനോട് വലിയ വിഷമമുള്ളവരാണ്. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇതിനെ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയോ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ടോ ആക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ അത്തരം പരാമർശങ്ങൾ നടത്തുക. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുക, അസസ് ചെയ്യുക, അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നോക്കുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഫ്രൈഡേ ടോക്ക് ഉള്ളത്. നമ്മുടെ ബഹുമാനായിട്ടുള്ള നേതാക്കന്മാരില്ല, സത്യപാൽ ആയനേടി ഉണ്ട്, ജയശ്രീ നായർ ഉണ്ട്, നീലിമ താങ്ക് യു. നീലിമ സഹകരണ മേഖലയിൽ യുവാക്കളെ കയറ്റാതിരിക്കാൻ 60 വയസ്സാക്കാൻ സർക്കാർ, സഹകരണ മേഖലയിൽ യുവാക്കളെ കയറ്റാതിരിക്കാൻ 60 വയസ്സാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് നീലിമ പറയുന്നത്. അബു കോട്ടമാതുക്കൽ, അമ്പലത്തുക്കൽ ഷാജി സി ബി, കെ വി ഹരീഷ് കോശി, കോലേരി, എല്ലാവർക്കും ഇപ്പോ എല്ലാ വെള്ളിയാഴ്ചയും 7 മണിക്ക് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ഇതിൽ വരാനും എന്റെ ഈ പരിപാടിയിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പുതിയ കമന്റുകൾ കാണാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ഇതിൽ ഞാൻ പ്രത്യേകമായി അവരെല്ലാം അഭിനന്ദിക്കുന്നു. ഡോക്ടർ സ്റ്റാൻലി ജോൺ മൈ ഫ്രണ്ട് താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ എൻകറേജ്മെന്റ്. അമീൻ താങ്ക് യു. മുണ്ടപ്പള്ളി അനിൽ താങ്ക് യു. എബ്രഹാം മാത്യു വീരപ്പള്ളി താങ്ക് യു. അനിൽ കുമാർ യു ആർ വാച്ചിങ് ഇറ്റ്, I am aware of it. Shivprasad, Vijesh Kumar, Abu Kotavadikal. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ എല്ലാവരും ഈ വാച്ച് ചെയ്യുന്നത് മറ്റൊരു പ്രേരണയും കൂടാതാണ് നിങ്ങൾ എല്ലാവരും ഇതിൽ വാച്ച് ചെയ്യുന്നത്. എലിസബത്ത് അബു താങ്ക് യു മാഡം, താങ്ക് യു ഫോർ എൻകറേജിങ് മീ. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് വരുന്നു. ദിശ പത്തനംതിട്ട വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട യൂത്ത് പോളിസി താങ്കൾ എന്താണ് മുൻപോട്ട് വെക്കുന്നത്? തീർച്ചയായിട്ടും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചെറുപ്പക്കാർ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടേതായിട്ടുള്ള ഒരു യൂത്ത് പ്രോഗ്രാം മുൻപോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും? കേരളത്തിലെ യുവാക്കൾ, അർഹരായ യുവാക്കൾ, അവർക്ക് വേണ്ടി എന്താണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ടത്? അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കി അത് ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. യുവാക്കൾക്ക് തൊഴിലവസരം കൂടുതലായി കിട്ടുന്നത്. അപ്പൊ പോസ്റ്റ് കോവിഡ് കാലം എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസകരമായിട്ടുള്ള കാലമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒഴികെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും പൂട്ടിയിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ വല്ലാതെ ജോലിക്ഷാമം വരാൻ പോവുകയാണ്. കേരളത്തിൽ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ചെറിയ കടകൾ തുടങ്ങി, ചെറിയ മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി, പ്രൊഡക്ഷൻ സെന്റേഴ്സ് തുടങ്ങി, ഇൻഡസ്ട്രീസ് വരെ വല്ലാതെ തളർന്നു പോയിരിക്കുകയാണ്.
അപ്പൊ പോസ്റ്റ് കോവിഡിന്റെ കാലമായിട്ട് ആൾക്കാർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ പോസ്റ്റ് കോവിഡ്, ഈ കോവിഡിന്റെ ഈ ഒരു സാമൂഹ്യ നിയന്ത്രണം അവസാനിച്ചാൽ സത്യത്തിൽ എക്സ്പ്ലോഡിംഗ് ആയിട്ടുള്ള പൊട്ടിത്തെറിക്കുന്ന അവസരമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ബിയോണ്ട് പൊളിറ്റിക്കൽ ലൈൻ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ആണ് മേജർ ഇതിലുള്ള പ്ലെയർ. ഗവൺമെന്റ് ആണ് ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തൊഴിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, ചെറുപ്പക്കാരുടെ ഈ പ്ലൈറ്റ് അത് എങ്ങനെ അഡ്രസ് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു ശ്രദ്ധ ഉണ്ടാക്കണം. സർക്കാർ ഇത് പരിശോധിക്കണം. സർക്കാർ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള ഒരു ലീഡ് റോൾ ഇക്കാര്യത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മുഖ്യമായും കാണുന്നു. ചെറുപ്പക്കാർക്ക് വലിയ അവസരം, ചെറുപ്പക്കാരുടെ ആവശ്യങ്ങളോട് പരിഗണന പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യം. എല്ലാ പാർട്ടിയും ഉണ്ട് കേട്ടോ, ഇൻക്ലൂഡിംഗ് കോൺഗ്രസ് പാർട്ടി. എല്ലാവർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ശശി പാലക്കാട്, അനിത ടി കെ, അശ്വിൻ നായർ, അശ്വിൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ. അജേഷ് കോയിക്കൽ, സുധാ നായർ, സുധി ചേച്ചി താങ്ക് യു. കെ എസ് പുരം സുധി താങ്ക് യു. നിഷ താങ്ക് യു. നിഷ അശ്വിൻ താങ്ക് യു. കെ പി പുരം സുധീർ, താങ്കളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. ശോഭ സുധീഷ്, കേരളത്തിൽ യുവജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ വന്ന് ഈ സർക്കാർ യുവജനങ്ങളെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി PSCയുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ബന്ധു നിയമനം നടത്തി മുൻപോട്ട് പോകുന്നു. ശരിയാണ് താങ്കളുടെ അഭിപ്രായം. അൻസാരി, കാർഷിക മേഖലയിൽ വൻപിച്ച പ്രശ്നങ്ങളുണ്ട്. മുജീബ് റഹ്മാൻ, പത്തനംതിട്ടയിൽ 39 ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റ് വിഷയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. കഴിഞ്ഞ 13 വർഷമായി ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ പോലും നിയമിച്ചിട്ടില്ല. എക്സാക്ട്ലി, താങ്കളുടെ അഭിപ്രായം വളരെ കറക്റ്റാണ്. അനീഷം സുബീർ താങ്ക് യു. ബിജെപി ബാബു, മൈ ബ്രദർ താങ്ക് യു. സുമി ശാന്തീഷ് താങ്ക് യു. ചിലരെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇതിൽ ലാഗ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ ശ്രമിക്കാത്തത്. 58 മിനിറ്റായി ഈ പരിപാടി. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം അയക്കാൻ 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾ ക്ഷമയെ പരീക്ഷിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ അധികമായി നിങ്ങൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തു, ഇത് വാച്ച് ചെയ്തു, കമന്റ് ചെയ്തു, എൻകറേജ് ചെയ്തു. I express my sincere gratitude to all of you for joining me today. എല്ലാവരോടും ഡോക്ടർ ഗിഫ്റ്റി പാലി, കേരളത്തിലെ സാധാരണക്കാരായ യുവജനങ്ങളുടെ ആശയമായ PSCയുടെ പാർട്ടി അധിഷ്ഠിതമായ ഇരട്ടത്താപ്പിനെതിരെയാണ് ഡോക്ടറേറ്റ് ഈ അടുത്ത സമയത്ത് PhD നേടിയിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരി, നമ്മുടെ അടൂർ സ്വദേശി കൂടിയായിട്ടുള്ള ഡോക്ടർ ഗിഫ്റ്റി എൽസ വർഗീസ് പേരെ, ജോമോന്റെ വൈഫാണ് ഡോക്ടർ ഗിഫ്റ്റി. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നമ്മുടെ കേരളത്തിലെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള യൂത്ത് ലീഡറാണ് ഗിഫ്റ്റി. താങ്ക് യു ഫോർ ജോയിനിങ് മീ, താങ്ക് യു ഫോർ കമന്റിംഗ്. റജി കോശി, ഈ പ്രോഗ്രാം എല്ലാ ആശംസകളും. താങ്ക് യു റജി കോശി. ഭഗവൽ ദാസ് താങ്ക് യു. ടൈം ഈസ് തീരാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷം, നന്ദി. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് ജോയിൻ ചെയ്യാം. 59 മിനിറ്റ് ആകുന്നു. 1 മണിക്കൂറാകുമ്പോൾ ഈ പ്രതിവാര പരിപാടി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഒട്ടേറെ ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്യാനും അവരുടെ കോലീസ്. ശ്രീലത ഉണ്ണി താങ്ക് യു. സുജിത് അമ്മ താങ്ക് യു. ഇളമ്പള്ളി രാധാകൃഷ്ണൻ താങ്ക് യു ബ്രദർ. അഘോഷ് താങ്ക് യു. അഘോഷ് അഘോഷ് ഇരവത്തൂർ. രാകേഷ് ചന്ദ്രൻ, സുബി മാത്യു, സുബി താങ്ക് യു. ഗൗതം സതീഷ് മോനെ താങ്ക് യു, മോനെ താങ്ക് യു. Your bright future is awaiting. You are such a talented boy. Congrats. Razina Nasir,
സോ തീരാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി. ഈ പരിപാടി നമുക്ക് സജീവമായി മുൻപോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ പിന്തുണയ്ക്കും സഹകരണത്തിനും വളരെ നന്ദി. കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മാത്രമല്ല, പൊതുരംഗത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഫ്രൈഡേ ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.